ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പുതിയ ന്യൂ ബിഗിനിങ്സ് വരാൻ പോകുന്നു. പുതിയ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. അപ്പോൾ ചിലവരുടെ എനർജി ഇവിടെ നോക്കുമ്പോൾ കുറച്ച് പേരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ലായിരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ, നേരിൽ കാണുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വഴക്കിൽ കലാശിക്കുന്ന രീതിയിലേക്കായിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ പോകുന്നത്, ആ ഒരു സിറ്റുവേഷൻ പോകുന്നത്. അപ്പോൾ എപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു എപ്പോഴും വഴക്കിടുന്ന ഒരു രീതിയിലേക്ക്, എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു ഈ വ്യക്തിയുടെ ജീവിതത്തിൽ. അതായത് ഒറ്റക്ക് ഒരു കാര്യം ഈ വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതായത് കുറച്ച് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഒരു അകൽച്ചയോടുകൂടി, അതായത് നിങ്ങൾക്കിടയിൽ ആ ഒരു അകൽച്ചയോടുകൂടി ഈ വ്യക്തി കുറേ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പഠിച്ചു. ഓക്കെ, കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എപ്പോഴും ഓടി ഒളിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇവർ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഈ വ്യക്തി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സ്ട്രോങ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഇവരുടെ. അപ്പോൾ ഇവരുടെ എനർജി എന്ന് പറയുന്നത് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവർ. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടി കാരണം കുറേ കാര്യങ്ങൾ മാറ്റിവെക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ പോക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് അന്നും ഇന്നും എന്ന ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എല്ലാവരോടും, വളരെ കോൺഫിഡൻ്റ് ആയിട്ട്. ഇപ്പോൾ നിങ്ങളോടായാൽ പോലും, നിങ്ങൾ കുറേ കാര്യങ്ങൾ ഈ വ്യക്തിയോട് ചോദ്യം ചെയ്യുമ്പോൾ പോലും ഈ വ്യക്തിക്ക് ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു. അതായത് അത്രയും വളരെ ഒരു കംഫർട്ട് സോണിൽ വളർന്ന ഒരു വ്യക്തിയായിരിക്കാം ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഇതല്ല. അതായത് ഇവർ സംസാരിക്കുമ്പോൾ തന്നെ വളരെ മാറ്റി പറയുന്നു, അങ്ങനെയുള്ള രീതിയിലായിരിക്കാം ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദേഷ്യം ഈ വ്യക്തിക്ക് പെട്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ പോലും വളരെയധികം ദേഷ്യപ്പെട്ട് അത് ആ ഒരു കോൺവെർസേഷൻ അവിടെ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് തിരിഞ്ഞ് ഓടിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ വ്യക്തിയുടെ ഒരു മെയിനായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ ഇത് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി അതിൽ നിന്നെല്ലാം മാറിയിട്ടുണ്ട്. കുറേ അധികം ഈ വ്യക്തി റിക്കവറായിട്ടുണ്ട്. ഓക്കെ, അതായത് എല്ലാവരും ഈ വ്യക്തിയെ ഉപദ്രവിക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നാണ് ഈ വ്യക്തി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ പിന്നീടാണ്, അതായത് ഇപ്പോൾ ഇവർ മനസ്സിലാക്കുന്നു എത്രത്തോളം നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്, ഈ വ്യക്തിയുടെ ചുറ്റിനുള്ള ആൾക്കാർ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് സോറി ചോദിക്കാനും, അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ഇവർക്ക് സോറി ചോദിക്കാനുള്ള ആ ഒരു ഇതൊന്നും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങളെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യുകയായിരുന്നില്ല. ആ വ്യക്തിയുടെ ആ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇത് ക്ലിയർ ആകുന്നു. ഓക്കെ, ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറുന്നതായിട്ടാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, അതായത് വളരെയധികം ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കണം, വളരെയധികം ഓപ്പൺ ആവണം, പിന്നെ നല്ല ലവ് കെയർ ഒക്കെ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി തരണം. ഒരു കെയറിങ് പാർട്ട്ണറിനെയൊക്കെയാണ് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നതെങ്കിൽ ഈ വ്യക്തി അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്ന് തന്നെയാണ്. പക്ഷെ ഒരു ടോക്സിക് അങ്ങനെയുള്ള രീതിയിലൊന്നും പോയിട്ടൊന്നുമില്ല. അത് ഈ വ്യക്തിയുടെ സാഹചര്യം കാരണം കുറേ കാര്യങ്ങൾ ഈ വന്നു പോയതാണ്. ഓക്കെ, അപ്പോൾ ഒരു സോറി ചോദിക്കാനും ഒക്കെ ഈ വ്യക്തി ഈ വരും ദിവസങ്ങളിൽ നിങ്ങളോട് ഒരു കോൺവെർസേഷനൊക്കെ നടത്തും. അപ്പോൾ സമാധാനമായിട്ട് നിങ്ങൾ കേട്ട് നിൽക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള പ്രശ്നം ഇവിടെ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ഒരു കാര്യവും ഇവിടെ പറയുന്നില്ല ഈ വ്യക്തിയോട്. അതായത് ആദ്യം കുറച്ച് പറഞ്ഞു, പിന്നെ അവർ വേണമെങ്കിൽ മനസ്സിലാക്കിയെടുക്കട്ടെ, അങ്ങനെയുള്ള രീതിയിലുള്ള കോൺവെർസേഷനാണ് നിങ്ങൾക്കിടയിൽ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ഈ വ്യക്തിയോട് വളരെ ഓപ്പണപ്പായിട്ട്
ക്ലിയറായിട്ട് വൃത്തിയായിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കത് ഹേർട്ടായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ വ്യക്തിയോട് തുറന്ന് പറയുക. വളരെ ഹോണസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇച്ചിരി കുറവാണ്. ഓക്കെ, നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ആദ്യം കുറച്ച് പറഞ്ഞു, പിന്നെ പറയുന്നില്ല, പിന്നെ വേണമെങ്കിൽ മനസ്സിലാക്കിയെടുക്കട്ടെ, ആ ഒരു രീതി നിർത്തുക. ഓക്കെ. ആ വ്യക്തിക്ക് അതെന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കൂടുതലും ശ്രമിക്കുക. പിന്നെ അതേപോലെ ഇപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ കാര്യങ്ങൾ അതായത് ആൻഡ് മാനിഫെസ്റ്റേഷനൊക്കെ വർക്കാവുന്ന ഒരു ടൈമാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ, അതായത് ഈ വ്യക്തിയായിട്ട് ബ്രേക്കപ്പായി പോകുന്നു, നിങ്ങൾ കരയുന്നതായിട്ട് ഒക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്കാവുന്നുണ്ട്. അതായത് ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്കറിയാനായിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് സാധിക്കുന്നുണ്ടാവാം. അതായത് അവരുടെ പ്രശ്നമല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ ഇൻഡ്യൂഷൻ വഴി. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക. അത് മാനിഫെസ്റ്റേഷനായിട്ട് പോവാതെ നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ ഫൈൻഡ് ബാലൻസ്. ഓക്കെ. നിങ്ങളുടെ ഈ ഒരു പ്രണയത്തിൽ നമ്മളെല്ലാവരും എഫേർട്ട് ഇട്ടാലേ ഒരു പ്രണയബന്ധം നന്നാക്കിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വ്യക്തിയെ എല്ലാ കാര്യത്തിലും ബ്ലെയിം ചെയ്യാതെ, ഇപ്പോൾ ആ വ്യക്തി അത് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് തെറ്റായിപ്പോയി എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും തുറന്നു പറയുക. ഓക്കെ. കമ്മ്യൂണിക്കേറ്റ് ക്ലിയറായിട്ട് ചെയ്യുക എന്ന് തന്നെയാണ് നമ്മളോട് യൂണിവേഴ്സ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, അതായത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ റെഡിയാകുന്ന ആ ഒരു നിമിഷമാണ് നിങ്ങൾ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങിച്ചെല്ലുന്നത്. അതായത് ഈ ഒരു മാരേജിലോട്ടെത്താം, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിലോട്ടെത്താം. ഓക്കെ. നിങ്ങളുടെ ഫ്യൂച്ചർ ഈ വ്യക്തിയോടൊപ്പം നിങ്ങൾ കാണുന്നതായിട്ട് മാത്രം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങളിപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ സമാധാനമായിട്ട് ഈ വ്യക്തിയോട് സംസാരിക്കുക. അപ്പോഴേ ആ വ്യക്തി നിങ്ങളോട് സമാധാനമായിട്ട് സംസാരിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയണ്ടാവും ഈ വ്യക്തിയെ സമാധാനിപ്പിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം. ഓക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ജോലിയായിരിക്കാം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടാകും. പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് ചിലപ്പോൾ പോകുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ. ഇപ്പോൾ ജോലിയുടെ കാര്യമായാലും, പഠിക്കുന്ന ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതല്ലാത്തതാണ് തിരഞ്ഞെടുത്തതെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്നത് നിർത്തുക. പാസ്റ്റ് ചിന്തിക്കുന്നത് നിർത്തുക എന്നാണ് ഇവിടെ പറയുന്നത്. പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഫ്യൂച്ചറിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഫ്യൂച്ചറിൽ യൂണിവേഴ്സ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കൂ എന്നാണ് ഇവിടെ നമ്മളോട് യൂണിവേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു തുടങ്ങുക. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ പെട്ടെന്ന് വർക്കായി പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് ജീവിക്കുന്നതും, അതേപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ സക്സസ് ആവുന്നതും, ഈ കോഴ്സ് എടുത്തത് തെറ്റായി പോയില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഓക്കെ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് നന്നായിട്ട് ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് കമ്പയർ ചെയ്യുക. മറ്റുള്ളവരായിട്ട് നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്കായിട്ട് ദൈവം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതായത് കഴിവുകളായാലും, പഠനത്തിലായാലും, ജോലിയിലായാലും ഒക്കെ നിങ്ങൾക്കൊരു ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ എനർജീനെ ലോ ആക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പോൾ
നിങ്ങൾ ഇപ്പോൾ റെഡിയാണ്, പക്ഷേ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും സോൾവ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ. അപ്പോൾ ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായി യൂണിവേഴ്സ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഒരു മാരേജിലേക്ക് നിങ്ങൾ കടക്കാം, എൻഗേജ്മെൻറ്റിലേക്ക് കടക്കാം. ഇപ്പോൾ വീട്ടിൽ സമ്മതിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറി മറിയുന്നു. ഓക്കെ. അതേപോലെ ഹാപ്പിനെസ്, സക്സസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇത്തിരി ക്ഷമയൊക്കെ വേണം. ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തിരി ക്ഷമ എന്താണെന്ന് നിങ്ങളൊന്ന് ഇത്തിരി പഠിക്കണം. ഓക്കെ. അതാണിപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ് നിങ്ങൾ എടുക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.